ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം നെജില മാത്രമേ ഉള്ളൂ. നെജിലായും മക്കളും ഫാമിലിയും അല്ലേ? ഷാൻ്റെ ഉമ്മ പബ്ലിക്കിൽ പറയണത് കേട്ടു. ഒന്നാമത്തെ ഒരു ചോദ്യം, എന്തിന് ഷെഫീനാത്തായെ വിളിച്ചു? പറയല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഇവർക്ക് എന്തോ ഒരു മൂക്കിപ്പടി വായിടുന്നതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ വീട്ടിൽ കുറച്ച് നാൾ നിന്ന അവസ്ഥ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണെന്ന് മസ്റൂറ പറയും. മക്കളെ, മട്ടക്കൈത വീട്ടിൽ നമ്മളെ അവസ്ഥ എന്തരായിരുന്നു മകളെ? ഒരു ദിവസം നമ്മൾ വെളിയിൽ കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കിളവിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അങ്ങനെ ഈ മുസ്താഖ് അവിടെ നിന്ന് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കിളവി വന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഒരു ബഹളം, എൻ്റെ ഒരു ശല്യം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെജിലയെ കുറിച്ചിട്ട് തന്നെയാണ്. മിനിങ്ങാന്നാണ് നമ്മൾ നെജിലേനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തത്. അപ്പം അതിലൊരുപാട് പേര് വന്നിട്ട് നെജിലേനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യരുത്, നെജിലയ്ക്ക് പൈസ കൊടുത്ത് സഹായിക്കരുത്, അങ്ങനെ ഒരുപാട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഈ നെജിലേനെ കുറിച്ച് സംസാരിക്കാൻ കാരണമുണ്ട്. നെജിലയുടെ പുതിയ വീഡിയോയിൽ നെജില പറയുന്നുണ്ടായിരുന്നു, യൂട്യൂബ് തുറന്നാൽ ഫുള്ള് നെജിലയാണ്. അത് നെജിലയുടെ വീഡിയോസ് മാത്രം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും തോന്നുന്നത്. ഒന്നോ രണ്ടോ പേര് മാത്രമാണ് നെജിലേനെ എടുത്ത് വെച്ച് റിയാക്ഷൻ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാവരും നെജിലേനെ വിട്ടുവെച്ചേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ടും നിങ്ങളുടെ ആ ഒരു സംസാരം ഒക്കെ കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നെജിലേനെ ആൾക്കാർ വിട്ടുവെച്ചിരിക്കുകയാണ്. റിയാക്ഷൻ വീഡിയോ ഒക്കെ മറ്റുള്ളവർ നിങ്ങളുടെ കണ്ടന്റ് എടുക്കുന്നത് തന്നെ ചുരുക്കമാണ്. കാരണം ഒരു വീഡിയോയിൽ ഒരാൾ പറയുന്നത് കേട്ട് ഇതൊരു തീട്ട കേസാണ്. അപ്പം ഇതിങ്ങനെ ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ കണ്ടന്റുകൾ എടുക്കാത്തത്. അപ്പം നെജിലയ്ക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, എല്ലാവരും നെജിലയുടെ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് യൂട്യൂബ് ഇപ്പം തുറക്കാൻ പറ്റത്തില്ല, ഫുള്ള് നെജില. അപ്പം ഞാൻ വിചാരിച്ചു നെജിലയ്ക്ക് വിഷമമാവണ്ടല്ലോ, അപ്പം ഇന്ന് നെജിലയെ കുറിച്ചിട്ട് തന്നെ അങ്ങോട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെജിലേനെ കുറിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുറച്ച് പേർക്ക് നെജില ആരാന്ന് അറിയത്തില്ല. ഇവരുടെ വിചാരം ഇവർ യൂട്യൂബിൽ വലിയ സെലിബ്രിറ്റി ആണെന്നാണ്. അപ്പം അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കായിട്ട് ഞാൻ പറയാം, നെജില എന്ന് പറയുന്നത് ഒരു യൂട്യൂബറാണ്. അപ്പോൾ ഒരു 56,000 സബ്സ്ക്രൈബേഴ്സും മറ്റുള്ള ഒരു യൂട്യൂബറാണ്. അതുപോലെ തന്നെ ഇവരുടെ ചാനലിൻ്റെ ആദ്യത്തെ പേര് മഷൂറ ഫാത്തിമ എന്നായിരുന്നു. പിന്നെ നെജില ഷാൻ എന്നാക്കി, പിന്നെ നെജില നജി എന്നാക്കി. അപ്പോൾ ഇവർക്ക് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് 3 കുട്ടികളുണ്ട്. ഇപ്പോൾ വയറ്റിലൊരു കുട്ടിയുണ്ട്. അപ്പോൾ ഈ ഇത്രയും 4 കുട്ടികളായി. ആ 4 കുട്ടികളിൽ ഇപ്പോൾ 4 കല്യാണവും കഴിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇവരുടെ പ്രത്യേകത. അപ്പം ഇവരുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് 3 കുഞ്ഞു മക്കളെ വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരു ഉമ്മ എന്നുള്ള നിലയിൽ ഇവർ യൂട്യൂബ് സുഖമായിട്ടിരിക്കണല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് പണി തുടങ്ങിയെന്ന്. അപ്പം എനിക്കിതാ 3 മക്കളാണ്. കണ്ട, എനിക്ക് ഈ മക്കളെ ഇട്ടിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. റെൻറ്റ് കൊടുക്കാൻ നിവർത്തിയില്ല. ഇവരെ ഭക്ഷണം, വസ്ത്രം, ഇവരെ കാര്യങ്ങളെല്ലാം നോക്കാൻ എന്നെ കൊണ്ട് നിവർത്തിയില്ല. അപ്പോൾ എനിക്കൊരു വീടിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഒരു പെങ്ങളെ സ്ഥാനത്ത് കണ്ടിട്ട് ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. വാടക കൊടുക്കാൻ നിവർത്തിയില്ല, വാടക പെൻഡിങ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് ഒരു ഭർത്താവിൻ്റെ ഒരു തണലോ വേറെ ഒന്നുമില്ല. ബന്ധം തീർന്ന്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ പിഴവുകേടുണ്ട് അല്ല.
2 ഹസ്ബൻഡുകൾ ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരാൾ മരണപ്പെട്ടു പോയി. അപ്പം മക്കളെ വളർത്താനൊക്കെ ഇവർക്ക് പാടായിരുന്നു. ഇവർ ഈ ടാപ്പിംഗ് ജോലി മറ്റാണ്, ഈ റബ്ബറിൻ്റെ ഇതൊക്കെയാണ് ചെയ്ത് മക്കളെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് അവരുടെ ഉമ്മയും ഉപ്പയൊക്കെ അടുത്ത് തന്നെയാണ് താമസം. അപ്പം അങ്ങനെയും മക്കളെ വളർത്തുന്നവരുണ്ട്. ആ കുഞ്ഞു കുട്ടികളെല്ലാം സ്കൂളിലൊക്കെ പോകാറായ കുട്ടികളാണ്. അപ്പം അവർ മദ്രാസയിലോ മറ്റും വിട്ടിട്ട് അവർക്ക് ജോലിക്കൊക്കെ പോകാവുന്നതേ ഉള്ളായിരുന്നു. പക്ഷേ യൂട്യൂബ് ചാനൽ വഴി എന്നാൽ ഒരു പാവം പഠിച്ച സ്ത്രീയാണല്ലോ, അവർ യൂട്യൂബ് ചാനൽ വഴി അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റീവായിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. എത്രയോ ആൾക്കാർ ഒരുപാട് ക്രിയേറ്റീവായിട്ട് അവരുടെ കുക്കിംഗ് വീഡിയോസ്, ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണിച്ച് ജീവിക്കുന്നു. ഇവർ ചുമ്മാ കുറേ സംസാരം, ഇവരുടെ ഒരു കഴിവെന്ന് പറഞ്ഞാൽ ഈ സംസാരിക്കുന്ന ആ ഒരു കഴിവ് മാത്രമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഇടുന്നത്, അത് കാണാനും അവരെ സപ്പോർട്ട് ചെയ്യാനും കുറേ ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ കൊണ്ട് പിന്നീട് ഇവരുടെ അഹങ്കാരമൊക്കെ കൂടി പിന്നെ ഇവർ റീൽസ് ചെയ്യുന്നതും ഒന്നും ഒരു കുറ്റമല്ല. പക്ഷേ മുസ്ലിങ്ങളുടെ ആ ഒരു ഇത് പ്രകാരം തലേന്ന് തട്ട മാറ്റുന്നതും കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ട് മേക്കപ്പും ചെയ്ത് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവരുടെ ഇതിലൊരു കുറ്റം തന്നെയാണ്. ഇപ്പം പക്ഷെ അവരങ്ങനെയൊന്നും അല്ല. ഇപ്പം പഴയ രീതിയിലോട്ട് ഇവർ വന്നിട്ടുണ്ട്. തലയിൽ തട്ടമൊക്കെ ഇട്ട് നല്ല ഫിൽറ്ററൊക്കെ മാറ്റി പഴയ രീതിയിലോട്ട് വന്നിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഇവർ 4ാമതായിട്ടൊരു കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമൊന്നും അല്ലായിരുന്നു. ഇവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നിയ സമയത്ത് ഇന്നാളെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരുടെ ഈ നജിലയുടെ ഉപ്പയും ഉമ്മയും പറഞ്ഞു, ആ ഒരു മനുഷ്യൻ ഷാൻ എന്ന് പറയുന്ന ഒരാളെയാണ് ഇവർക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത്. അയാൾ കൊള്ളത്തില്ല, കുടിയനാണ്, ഒന്ന് കെട്ടിയതാണ്. ഇവർക്കും ഉണ്ട് 3 മക്കൾ. എന്നാലും പറഞ്ഞു ഒന്ന് കെട്ടിയതാണ്, വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന മനുഷ്യനാണ്, അതൊന്നും വേണ്ടാന്ന് പറയുകയും പിന്നീട് ഈ അമ്മ എന്തോ ഫുഡും കാര്യങ്ങളും കൊണ്ട് ഇവരുടെ വീട്ടിൽ ചെല്ലുമ്പം കയ്യോടെ ഈ നെജിലയുടെ കൂടെ ഈ വീട്ടിൽ നിന്ന് പിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് നെജില അയാളുടെ കൂടെ പോവുകയും പിന്നെ ലീഗലായിട്ട് വിവാഹം കഴിച്ചെന്നൊക്കെ പറയുന്നു. കഴിച്ചില്ലെന്ന് പറയുന്നു. പിന്നെ ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഇവള് ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഇപ്പം 4 മാസം ഗർഭിണിയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഈ കുടിയനായ ആൾ ഒരുപാട് തവണ ഇവളെ ഉപദ്രവിക്കുകയും ഒരുപാട് തവണ ഇവളെ ഇട്ടിട്ട് പോവുകയും ഒക്കെ ചെയ്തു. 2-3 പ്രാവശ്യം ഇട്ടിട്ട് പോയി. 2-3 പ്രാവശ്യം ഇവള് ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് അയാൾ പോയി, അങ്ങനെ പോയി, ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് കുറേ സഹതാപം പിടിച്ച് പറ്റുന്ന രീതിയിൽ വീഡിയോസും കാര്യങ്ങളും ചെയ്ത് ലാസ്റ്റ് ഫൈനലായിട്ട് ഇയാൾ തീർത്തും പോയി. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുടിയനാണ്, ലഹരിക്ക് അടിമയാണ്. അയാളുടെ സംസാരം, അയാളുടെ ഒരു ലൈവ് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടു കാണാം. ആ ലൈവ് നമുക്ക് അയാളുടെ ഒരു സംസാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്കകത്ത് പോലും കാണിക്കാൻ കൊള്ളാവുന്ന ഒരു ലൈവല്ല. അത്രയും മോശമായ വാക്കുകൾ, തെറികളൊക്കെയാണ് അയാൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ലൈവ് ഒന്നും ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈ സ്ത്രീ തന്നെ തുടങ്ങി കൊടുത്ത യൂട്യൂബ് ചാനലാണ്. നിങ്ങൾക്ക് അതൊന്ന് കയറി കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും അയാൾ എത്ര മോശപ്പെട്ട ആളാണെന്ന് ആ ഒറ്റ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനു മുമ്പ് ഒരുപാട് തവണ ഈ സ്ത്രീയെ തല്ലിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് പേര് ഇയാളെ കല്യാണം കഴിച്ചവൻ പറയുന്നുണ്ടായിരുന്നു, ഈ കുടിയനായ ഒരാളെ കല്യാണം കഴിക്കണം, ആ മക്കളെ ശ്രദ്ധിച്ചോണം. മൂത്തത് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കുടിയന്മാർക്കൊരു ബോധവും ഇല്ല, ലഹരി ഉപയോഗിക്കുന്നവർക്ക് മക്കളെന്നോ ഭാര്യയെന്നോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മകളെ പോലും ഉപദ്രവിക്കുന്ന കാലമാണ്. അപ്പം മകളല്ലാത്ത ഒരാളെ ചിലപ്പോൾ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്, ആ മകളെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ഉപ്പയാവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ ഡയലോഗൊക്കെ അടിക്കുമായിരുന്നു. ലാസ്റ്റ് മക്കളെ ഉപദ്രവിക്കാൻ നോക്കുന്നു, ഇവളെ ഉപദ്രവിക്കാൻ നോക്കുന്നു. ചുമ്മാ അടിയും തൊഴിയൊന്നും അല്ല, ഗർഭിണിയായിരിക്കുന്ന ഇവളുടെ നടുവിന് നാവിക്കും തൊഴിക്കുന്നു, വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുന്നു, അടുക്കളയെല്ലാം നല്ല വാക്കത്തി ഉപയോഗിച്ചിട്ട് കൗണ്ടർ ടോപ്പുകളെല്ലാം വെട്ടിപ്പൊളിക്കുന്നു, ഫോണ് തല്ലി പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു അതിക്രമം പിടിച്ച ഒരു അത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മനുഷ്യന്റെ കൂടെയായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. ലാസ്റ്റ് അയാളുടെ പാട്ടിന് പോകുന്നു. ഇപ്പം കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവര് ഒരു കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് കേസും കാര്യങ്ങളും കൊടുക്കുന്നത്. അല്ലാതെ ഇയാളിങ്ങനെ ഇവരുടെ തെളിവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കേസ് കൊടുത്താൽ 7 മണ്ട അയാളെ പിടിച്ച് അകത്തിട്ടേനെ. പക്ഷെ അതൊന്നും നടക്കാത്തതിന് കാരണം ഇവൾ ആ ഒരു രീതിയിലുള്ള കേസല്ല കൊടുത്തിരിക്കുന്നത്. വീണ്ടും കോംപ്രമൈസ് ആയിട്ട് ഇനി എന്നാളും സോഷ്യൽ മീഡിയയിലുള്ള ഒരാളായതുകൊണ്ട് ഇനി 5ാമത് കെട്ടാനൊന്നും പറ്റത്തില്ല. അപ്പം ഇയാളെ ഒന്ന് കുടിയൊക്കെ ഇച്ചിരി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്ത്രീ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കി, എൻ്റെ കുഞ്ഞു മക്കളെ എന്നെ ഉപദ്രവിക്കാൻ നോക്കി, ഗർഭിണിയായ എൻ്റെ നാവിക്കും പുറത്തിനും ചവിട്ടി എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ ആ പോലീസുകാർ അയാളെ ഫ്രീ ആയിട്ട് ഇങ്ങനെ വിടുവാണ് ഇത്രയും ദിവസം. അയാളെ പിടിച്ച് അകത്തിട്ടേനെ. ഓട്ടായതുകൊണ്ട് നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ സ്ത്രീ അയാൾക്കൊരു യൂട്യൂബ് ചാനൽ എടുത്തു കൊടുത്തിട്ടുണ്ട്, ഒരു ബൈക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട്, ഒരു കാർ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സ്ത്രീ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ സേഫായിട്ട് കൂടെ കൊണ്ട് നടക്കാൻ വേണ്ടിയാണ് ഞാൻ കാർ എടുത്തതെന്നാണ് പറയുന്നത്. ഇപ്പം ഇയാളുടെ പണിയെന്ന് പറഞ്ഞാൽ കുടിച്ചിട്ട് ഈ ബൈക്കുമായിട്ട് എവിടെയെങ്കിലും കറങ്ങി നടക്കുക, പെറ്റി കിട്ടുക. അപ്പം ഇവളുടെ പേരിലുള്ളതായതുകൊണ്ട് ഇവൾക്കാണ് പെറ്റി വരുന്നത്. സ്വന്തം പേരിലുള്ള വാഹനങ്ങൾ പോലും
അല്ലെങ്കിൽ ഈ കുടിയന്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്, അതുപോലും വാങ്ങിച്ചെടുക്കാനായിട്ട് അല്ലാത്തതിനെല്ലാം ഇവർക്ക് നല്ല നാവാന്നുള്ളതാണ് പ്രധാന കാര്യം. അപ്പം ഓരോ ലൈവിലും എന്നാ കാര്യം ഉണ്ടെങ്കിലും വന്നിട്ട് ഇവർ ലൈവ് ഇടും. കാരണം പൈസയാണ് മുഖ്യം. എന്നിട്ട് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം ഇപ്പോഴാണെങ്കിൽ ഇവരുടെ വീഡിയോസിൽ കുഞ്ഞുങ്ങളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓരോന്ന് പഠിപ്പിക്കുകയും പറയിക്കുകയും ചെയ്യുകയാണ്. അത് സത്യമാണോ കള്ളമാണെങ്കിലും കുഞ്ഞുങ്ങളെ ഇങ്ങനെ വന്നിരിക്കുകയും കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ലൈവിൽ ആവശ്യമില്ലാതെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പം ആ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കും വളരെയേറെ വേദനയും സഹതാപവും ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഉപ്പ വേണം, എനിക്കൊരു തുണ വേണമെന്നൊക്കെ പറഞ്ഞാണ് 4ാമത് കല്യാണം കഴിച്ചതെന്നൊക്കെ പറയുന്നു. അപ്പം ഇത്രയും കല്യാണം കഴിച്ചിട്ടും അല്ലെങ്കിൽ ആദ്യത്തെ ആൾക്കാർ ഉപേക്ഷിച്ച് പോയി, പിന്നെ 3ാമത് മരണപ്പെട്ടു, പിന്നെ വീണ്ടും കല്യാണം കഴിക്കുക, മക്കൾക്ക് ഒരു ഉപ്പ എന്നുള്ള രീതിയിലാണെന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു ലോജിക്ക് അങ്ങ് മനസ്സിലാവുന്നതേ ഇല്ല. പിന്നെ ഈ കുട്ടികൾ പറയുന്നുണ്ടെന്ന് എനിക്കിനി ഉപ്പ വേണ്ട, ഈ ഉപ്പേനെ ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് പറയുന്നുണ്ടെന്ന്. പക്ഷേ ഇന്ന് രാവിലെ ഇയാൾ ഇവരുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞത് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയാണല്ലോ നജില. അപ്പം വയറ്റിൽ കുഞ്ഞിനോടുള്ള സ്നേഹം മൂത്തിട്ട് അത് ഒരു ഉമ്മ കൊടുക്കണം എന്ന് വരെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ നജിലയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് തൻ്റേതല്ല എന്ന് പറഞ്ഞിട്ട് പോയവനാണ് ഈ വന്ന് പറയുന്നത്. അപ്പം ഇനി ഒരിക്കലും ഇയാളെ ഈ വീട്ടിൽ കയറ്റത്തില്ലെന്ന് പറയുന്നു. പക്ഷേ ഷെഫീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർ പോലീസുകാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഷെഫീന ബീബിയോട് പറഞ്ഞത് ഇവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവർ ഇന്ന് അയാളെ കുറ്റം പറയും, നാളെ അയാളെ സപ്പോർട്ടും ചെയ്ത് അയാളുടെ കൂടെ നടക്കും. ഈ കുടിയന്മാരുടെ ഭാര്യമാരുടെ മിക്ക സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഈ കുടിയന്മാരെ കുടിച്ച് കഴിഞ്ഞ് ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല, പിറ്റേ ദിവസം നല്ല സ്നേഹത്തിലുമായിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ ഇങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങളിതിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഷെബിന ബീബിയുടെ ആ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ വേറൊരു വീഡിയോയും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഈ ഷാൻ നജിലേനെ 4ാമത് കെട്ടിയിട്ടുള്ള ആ ഷാൻ്റെ ഉമ്മ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടിട്ട് വരാം. മുഴുവനായിട്ട് ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇവിടെ വെച്ച് ഇവിടെ അടിക്കുന്ന കാര്യം പലവരും വിളിച്ചിട്ട് വീട്ടിൽ വരാൻ പറയൂ നിങ്ങൾ. അപ്പൊ അവൻ കേൾക്കുമ്പോ ഇവിടെ അടിക്കും. ഇത് തന്നെ കാര്യം. അവൻ ഇത്തിരിയൊക്കെ മകൻ അടിക്കുന്ന കാര്യം ന്യായീകരിക്കാണ് അമ്മ. അവൻ തോനെയൊന്നും കുടിക്കൂല. ഉപ്പായി സത്യം അവൻ ഇത്തിരിയൊക്കെ കുടിക്കുന്നുണ്ട്. ഇവിടെ ചെയ്യിപ്പിക്കുന്നതാണ്. ഇവിടെ എന്റെ ഭർത്താവ് കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പനൊക്കെ എങ്ങനെ വിടക്കും. അപ്പൊ ഇവള് നിങ്ങളെ ഉണങ്ങി ഇവിടെ എന്നെ ഒരിക്കൽ കസേര വലിച്ചെടുത്ത് അടിക്കാൻ പോളെ. ഞാൻ ചോദിച്ച് നീ എന്താണ് ഈ ഓമ്പുളിയൊക്കെ എന്നെ വിളിച്ചത് ദേഷ്യം വരുന്നത്. അവര് കുടിക്കുന്നു ഇല്ലെന്ന് ഞാൻ പറയില്ല. അവരെ വളരെ ചീത്തടിപ്പിക്കുന്ന ഇവളാണ്. ഇവിടെ ഉമ്മായൊന്നും തന്നെ വാപ്പായ അനുസരിക്കൂല. അയാളെ അടിച്ചടിച്ചാണ് ഇട്ടിരിക്കുന്ന അയൽക്കാർ അത്രയും. പക്ഷെ ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു പോകാം, കാരണം വളരെ നീണ്ട ഒരു സംസാരമാണ്. ഒരു മകന് എങ്ങനെ ആവരുത് ഒരു ഉമ്മ എന്നുള്ളതിൻ്റെ മാതൃകയാണ് ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ. കാരണം കുടിക്കുന്ന അല്ലെങ്കിൽ ഭാര്യമാരെ, ഇതിനു മുമ്പുള്ള ഭാര്യനെയും ഇപ്പോൾ ഉള്ള നജിലേനെയും ഉപദ്രവിക്കുന്ന ഒരുത്തനെ സ്വന്തം മകനാണെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യരുത്. ഇപ്പം ഞാനാണ് എൻ്റെ മകനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല. അവനൊരു കഞ്ചാവിന് അടിമയാണെങ്കിൽ ഞാൻ പിടിച്ചുകൊണ്ട് പോലീസിൽ കൊടുക്കും. അല്ലെങ്കിൽ അവനൊരു മദ്യപാനിയാണെങ്കിൽ അവന് കുടിക്കാനുള്ള പൈസയും കൊടുത്ത് എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. പക്ഷെ ഈ ഒരു അമ്മ ഇയാളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകൻ കുറച്ചൊക്കെ കുടിക്കുന്നു, പക്ഷെ ആ ഒരു ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം എത്ര മാത്രം കുടിക്കുമെന്ന്. അതുപോലെ തന്നെ നജിലയുടെ വീഡിയോയിൽ കാണിക്കുന്നുമുണ്ട്. അയാൾ 1.5 ആഴ്ചക്കുള്ളിൽ കുടിച്ച മദ്യക്കുപ്പികളുടെ എണ്ണം എന്ന് പറഞ്ഞ് അവൾ ഒരു ചാക്കിൽ വെളിയിലോട്ടിട്ട് കാണിക്കുന്നുണ്ട്. 1 കിൻഡൽ മദ്യക്കുപ്പികളാണ്. അപ്പം അയാളുടെ ഇച്ചിരി കുടിക്കുക എങ്ങനെയാണെന്ന് നമുക്ക് ആ ഒരു വീഡിയോയിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കുടിയനെയാണ് ഈ അമ്മ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. നജില എന്തോ ആവട്ടെ, നജില 16 പേരുടെ പുറകെ നടക്കുന്ന നജിലയുടെ അച്ഛൻ കൊള്ളത്തില്ല, അമ്മ കൊള്ളത്തില്ല, എല്ലാവരും ഈ ഉമ്മ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ ഉമ്മ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാനാ പറയുന്നതെന്ന് ആരും അറിയരുതേ, ഞാൻ പറഞ്ഞെന്ന് ആരും അറിയരുതെന്ന്. അത്രയും പേടിയുള്ള ഒരു സ്ത്രീ ഇപ്പം ഏതും പോരാത്ത ഷെബിന ബീബിയോടാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ന്യായമല്ലാത്ത കാര്യങ്ങൾ ഉറപ്പായിട്ട് അവരതെടുത്ത് വെളിയിലിടുകയും ചെയ്യും. അപ്പം അവരാ ഞാൻ പറഞ്ഞത് പറയല്ലേ എന്ന് പറഞ്ഞു. ഉറപ്പായിട്ട് ഷെബിന ബേബി ആ ഒരു റെക്കോർഡുകളൊക്കെ എടുത്ത് വെളിയിലിട്ടു. ഇനി മേലി എന്നെ വിളിക്കരുതെന്നും പറഞ്ഞു. കാരണം തൻ്റെ ലഹരി ഉപയോഗിക്കുന്ന കുടിയനായ തൻ്റെ മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഉമ്മേനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം അവർക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെയും മക്കളുടെ അവസ്ഥ ഇപ്പം വളരെ പരിതാപകരം എന്ന് തന്നെ പറയാം. സ്വന്തമായിട്ട് വരുത്തി വെച്ച വിനയാണെങ്കിലും കാണുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്നിട്ടും ഒരു പാഠം, ഒരു അഹങ്കാര സ്വഭാവമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരിട്ട വീഡിയോയിൽ അവരുടെ അമ്മായിയമ്മ എന്തോ ആയിരിക്കട്ടെ, ഇപ്പോൾ ഈ തള്ള സത്യം പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു വീഡിയോയുടെ ഹെഡിങ് തന്നെ കൊടുത്തേക്കുന്നത്. ആ ഉമ്മ എങ്ങനെയായിരിക്കട്ടെ, പക്ഷേ
ഇവക്ക് ദേഷ്യം തോന്നി, ഇവളിപ്പോൾ തള്ളാന്നോ അല്ലെങ്കിൽ പന്നസ്ത്രീന്നോ എന്തെങ്കിലും വിളിക്കുന്നതിൽ ന്യായം ഉണ്ടെന്ന് വെക്കാം. കാരണം ഇവരുടെ സംസാരം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ കുടിയനായ മകനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇവരുടെ കുടുംബജീവിതം തകർക്കാനായിട്ട് നോക്കിയത് ഇവരാണെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്ന് തള്ളാന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഇപ്പം ഷാന് അവരുടെ അച്ഛനെയും അമ്മേനെയും തള്ളാന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഷൂറ എന്ന് പറയുന്ന അവരുടെ മൂത്ത മോളെയും കൊണ്ടും അങ്ങനെ വിളിക്കുന്നത് മോശമായിട്ട് തോന്നി എനിക്ക്. കാരണം ആ കുട്ടി അവിടെ ഇരുന്ന് പറയാണ് ഈ തള്ള ഞങ്ങളെ അടിച്ചു അങ്ങനെ ഇങ്ങനെയാന്ന്. എനിക്ക് തള്ളാന്ന് എടുത്ത് പറയണം. ആ കുട്ടിയെ വെച്ച് നോക്കുമ്പോൾ ആ ഉമ്മയ്ക്ക്, അതായത് ഈ ഷാൻ്റെ ഉമ്മയ്ക്ക് എത്രത്തോളം വയസ്സുണ്ട്. ഇപ്പം നമ്മൾ വിളിക്കുന്നത് പോലെ അല്ല ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ട് വിളിപ്പിക്കുന്നത്. ആ കുട്ടി അബദ്ധവശാൽ പോലും അങ്ങനെ വിളിച്ചാലും നമ്മൾ വേണം അത് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ. മോളെ അങ്ങനെയല്ല, ഇങ്ങനെ വിളിക്കരുത്, മറ്റുള്ളവർ വിളിക്കുന്ന കേട്ട് വിളിക്കരുത് എന്ന് നമ്മൾ തിരുത്തി കൊടുക്കണം. പക്ഷേ ഈ സ്ത്രീ അതിനെ എൻകറേജ് ചെയ്തുകൊണ്ട് പറയാണ് മോളെ ആ തള്ള എന്നാ പറഞ്ഞു എന്ന് പറയാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇവർ അഹങ്കാരത്തിൻ്റെ ഒരു പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും അവർക്ക് പൈസ ഇട്ട് കൊടുത്ത് ഇവരുടെ സാഹചര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പം പൈസ കൂടുതലാണെന്നുണ്ടെങ്കിൽ വല്ല പാവങ്ങളെയും പോയി സഹായിക്കുക, അല്ലെങ്കിൽ വല്ല അനാഥകളായിട്ടുള്ളവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, വഴിയോരങ്ങളിൽ കിടക്കുന്നവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയോ ചെയ്യുക. സ്വന്തമായിട്ട് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ത്രീക്ക് വീണ്ടും പൈസ ഇട്ട് കൊടുക്കാൻ കുറേ പേരുണ്ട്. കഴിഞ്ഞ ദിവസം ലൈവിൻ്റെ ഇടയ്ക്ക് പോലും ഒരാൾ വന്നിട്ട് ഞാൻ 2000 ഇട്ടിട്ടുണ്ടേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതേപോലെ കിട്ടുന്നത് കൊണ്ടാണ്. കാരണം ഇവരുടെ വീഡിയോയിൽ ഇവർ പറയുന്നുണ്ട് ഇവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നപ്പം ഈ 4ാമത് കെട്ടിയ ഷാൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഒരു ദിവസം ഇവർക്ക് 2500 രൂപ ഇവരുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു 30 ദിവസം കൂട്ടി നോക്കിയാൽ ഒരു 75,000 രൂപയ്ക്ക് മേളിൽ പോകും. അപ്പം ഇതിന് മാത്രം പൈസ ഇവർക്ക് എവിടെ നിന്നാണ്? മക്കളുടെ കാര്യം നോക്കണം, അവർ പഠിപ്പിൻ്റെ കാര്യങ്ങൾ, ഡ്രസ്സ്, മറ്റേത് എല്ലാ കാര്യങ്ങളും നോക്കണം. ഒരു മാസം 75,000 രൂപയുടെ ചിലവും കാര്യങ്ങളും, പിന്നെ വണ്ടി എടുക്കുന്നു, കാർ എടുക്കുന്നു, ബൈക്ക് എടുക്കുന്നു, എല്ലാത്തിൻ്റെ CC കാര്യങ്ങളെല്ലാം ഓടിക്കാൻ തക്കവണ്ണം ഇവർക്ക് ഈ പണം എവിടെ നിന്നാണ്? ഈ ആൾക്കാരൊക്കെ കൊടുക്കുന്നത് തന്നെ ആയിരിക്കും. അപ്പം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുള്ളത് കൊണ്ട് ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് കുറച്ച് അഹങ്കാരം കൂടും. ഇവരുടെ സംസാരത്തിൽ നിന്ന് വളരെ അഹങ്കാര രീതിയിലുള്ള വർത്തമാനമാണ്. ഒരു 4ാമത് ഒരു പാഠം പഠിച്ചതുപോലെയോ അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയോ, അച്ഛനമ്മമാർ പറയുന്നത് കേൾക്കാത്തത് തെറ്റായിപ്പോയെന്നോ അങ്ങനെ ഒന്നും ഇവരുടെ ഒരു വീഡിയോയിൽ നിന്ന് ഫീലാകുന്നതേ ഇല്ല. ഇവർ വീണ്ടും അയാൾ ഇവരെ കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് പോലും, വെട്ടിക്കൊല്ലും എന്നൊക്കെ പറയും. കുടിയന്മാർ കുടിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇതില്ല. അതിനിടയ്ക്ക് ഇവർ കേസും കാര്യങ്ങളൊന്നും കൊടുക്കുകയോ അയാളെ അകത്താക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ലൈവിൽ വന്ന് അയാളെയും 10 പറയും, അയാളുടെ ഉമ്മേനെയും പറയുന്നു, അയാളുടെ വീട്ടുകാരെല്ലാം പറയുന്നു. ഇയാൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം തോന്നിയിട്ട് ഇയാൾ പെട്ടെന്ന് കുടിച്ചിട്ട് കയറി വരുവാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഈ സ്ത്രീനെ, ഈ നെജില എന്ന് പറയുന്ന സ്ത്രീയെ അയാൾ വെച്ചേക്കുമോ? പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ വീണ്ടും അയാളെ ദേഷ്യം കയറ്റിക്കൊണ്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവക്ക് എന്തെങ്കിലും വരുന്നതല്ല കാര്യം. ആ കുഞ്ഞു മക്കളാണല്ലോ ഇതിലെല്ലാം അനുഭവിക്കേണ്ടതെന്ന് ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞ വിഷമം. അതുകൊണ്ടൊക്കെ തന്നെയാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ആ മക്കളെ ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ച് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളെ ഒരിക്കലും ഒരുത്തർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇനിയും അങ്ങോട്ട് ഒരുത്തർ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. അങ്ങനെയുള്ളവരാരും കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഒരാൾ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻറ്റ് ഇട്ടിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ താഴെയും വന്ന് കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മതി, ഒറ്റ മനുഷ്യരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ വിളിക്കുമെന്നും പറഞ്ഞ് സ്വന്തം നമ്പരും അക്കൗണ്ട് നമ്പരും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഇവർക്ക് മെയിനായിട്ട് വേണ്ട അതാണ്. കുറേ ആൾക്കാർ ഇവരെ വിളിക്കുക, അതിൽ നിന്ന് ബന്ധങ്ങൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കുറേ പൈസയൊക്കെ പിഴിഞ്ഞ് മേടിക്കുക, കുറേ സഹതാപങ്ങൾ പിടിച്ചു പറ്റുക. ഇപ്പോഴും ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ മരിച്ചാൽ അങ്ങനെ അടക്കും, ഇങ്ങനെ മരിച്ചില്ലല്ലോ. മരിക്കാൻ തക്ക വിധം നിങ്ങൾക്ക് വല്ല അസുഖമോ രോഗമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും കാണിക്കുക. ചുമ്മാ ഇങ്ങനെ ഒരു പ്രഗ്നൻസി 3 പറ്റാണ് ഞാനും. അപ്പം നമുക്ക് ഒരു പ്രഗ്നൻസി ടൈമിൽ നല്ല വേദനയൊക്കെ വരും, നമ്മൾ മരിക്കുന്നതായിട്ടൊക്കെ തോന്നും. അല്ലാതെ ഇങ്ങനെ പിറന്നവരെല്ലാം അതോടെ മരിച്ചുകൊണ്ടിരിക്കുകയാണോ? നിങ്ങളുടെ സംസാരം കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് കാണാൻ തന്നെ തോന്നാറില്ല എനിക്ക്. പിന്നെ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്താണ് നിങ്ങളുടെ വീഡിയോസ് ഞാൻ കുറേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് വെച്ച് കാണുന്നത്. അപ്പം ഇവരെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.